നല്ലപോലെ ഒതുക്കടാ. എൻ്റെ മുടിയൊക്കെ നരച്ചെന്ന് തോന്നുന്നു, വയസ്സനായി. എത്രാമത്തെ പ്രാവശ്യം നീ പറയുന്നേ? എന്നാലും നിനക്കൊക്കെ എന്നെയൊക്കെ നല്ല ഭംഗിയാക്കണം എന്ന് ഓർത്തിട്ട് പറയുന്നതാണ്. എന്നെയൊക്കെ കാണാൻ ചീത്തയായിട്ടിരിക്കുന്നതാണല്ലോ നിനക്ക് സന്തോഷം. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ വയസ്സനായിട്ടും ചീത്തയായിട്ടിരുന്നാൽ നിനക്ക് തന്നെയാണ് കുഴപ്പം. അതുകൊണ്ട് നല്ലപോലെ ഭംഗിയാക്കുക. എനിക്കൊരു കവിത ചൊല്ലണം. എടാ ഈ സൈഡൊക്കെ എന്നാടാ ഇങ്ങനെ കിടക്കുന്നത്? പക്ഷേ പിന്നിട്ട് എന്നാ കുഴപ്പം? ഡാഫഡിൽസിനെ പറ്റി ഒരു കവിത എനിക്ക് ചൊല്ലണം. ഒന്നുകൂടെ ഒന്ന് ഒതുക്കിക്കേ. I wandered lonely as a cloud that floats on high o'er walls and hills, when all at once I saw a crowd, a host of golden daffodils. Besides the lake, beneath the trees, fluttering and dancing in the breeze, continuous as the stars that shine and twinkling on the Milky Way. ഇത്ര അറിയത്തുള്ളൂ. 10ൽ പണ്ട് പഠിച്ച എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 25-30 വർഷത്തിന് മുമ്പ് കണ്ട് പഠിച്ചൊരു പോയവാ. ബിസൈഡ് ദ ലേക്ക് ബിനീത്ത് ദ ട്രീസ് എന്നാണ് പറഞ്ഞത്. അതായത് ഞാനൊരു ഡാഫഡിൽസ് തോട്ടത്തിലാണ് ഇരിക്കുന്നത്. വെയിൽ വന്നിട്ടാണ്, നമുക്ക് വാടിയും തോന്നുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മുഴുവൻ റോസാപ്പൂക്കളാകും, വിവിധ വർണ്ണത്തിലുള്ള റോസാപ്പൂക്കളാവും. ബിസൈഡ് ദ ലേക്ക് ബിനീത്ത് ദ ട്രീസ് എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഞാൻ ബിസൈഡ് ദ ലേക്ക് അല്ല, ബിസൈഡ് ദ സീ ആണ്. സീയുടെ അരികിലിരുന്നാണ് പാടുന്നത്, ചൊല്ലുന്നത്. അവൻ എൻ്റെ മുടി കുളമാക്കിയിട്ട് പോയി. ഞാൻ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇതെന്ത് പറ്റി? എൻ്റെ പ്രിയപ്പെട്ട കവികളെ, സാംസ്കാരിക നായകന്മാരെ, സാംസ്കാരിക നായകന്മാരെ, നിങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരെ കാണുന്നില്ലേ? അവരുടെ മനസ്സ് കാണുന്നില്ലേ? അവരെല്ലാം കോപാകുലരായി നടക്കുന്നു. അവരുടെ മനസ്സ് തീപ്പന്തം പോലെ, അവരുടെ മനസ്സിൽ പകയുണ്ടാവുന്നു. ഒരു സിനിമ ഉണ്ടാക്കിയ കോലാഹലം ഇപ്പോൾ ഫേസ്ബുക്കൊന്നും തുറക്കാൻ പോലും പറ്റുന്നില്ല, ഭയം തോന്നുന്നു. ഈ സാംസ്കാരിക നായകന്മാരും കലാകാരന്മാരും കവികളും എഴുത്തുകാരുമൊക്കെ നിങ്ങളുടെ സൃഷ്ടികൾ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പഴയകാലം അല്ലിത്. ചെറുപ്പക്കാരുടെ മനസ്സിലൊന്നും അത്ര കരുണയോ സ്നേഹമോ ഒന്നുമില്ല. അവരുടെ മനസ്സൊക്കെ വ്രണപ്പെട്ടിരിക്കുന്നു. എന്തിൻ്റെയൊക്കെയോ പേരിൽ വ്രണമുണ്ട്. ആ ഊണ്ടൊന്നും തുറക്കുന്ന രീതിയിൽ ഒന്നും പുറത്തേക്ക് വരാതിരിക്കുക. അത് ഏത് സൃഷ്ടികളാണെങ്കിലും, നാടകമായാലും സിനിമയായാലും കലയായാലും. ഞാനൊന്നിനും ഒരു സൈഡിലും ആരെയും സൈഡ് എന്ന് പറയുന്നതല്ല കേട്ടോ. അപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇതിൽ ശരി എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം വ്രണപ്പെടുകയും തെറ്റാണെന്ന് പറഞ്ഞാൽ മറ്റു വിഭാഗം തകർന്നു പോവുകയൊക്കെ ചെയ്യുകയാണ്. മൗനവും പറ്റുന്നില്ല. മൗനമാണെങ്കിൽ നിങ്ങൾ ഈ മൗനം എന്തുകൊണ്ട് പാലിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ലെന്ന് ചോദിക്കുന്നൊരു സാഹചര്യം. ഒന്നുറപ്പാണ്, കഥയും കവിതയും ഈ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും എല്ലാവരും നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിനെ ആർദ്രമാക്കൂ, എഴുതി ആർദ്രമാക്കൂ. അവർ മറ്റൊരാളിനെ പകയോടുകൂടി കാണുന്നു. അവരുടെ മനസ്സിൽ നിങ്ങൾ സ്നേഹം നിറയ്ക്കൂ, പ്രേമം നിറയിക്കൂ, പ്രണയത്തെക്കുറിച്ച് എഴുതൂ, കവിതയെപ്പറ്റി, എന്താ പറയുക, പൂക്കളെ കുറിച്ച്, വർണ്ണങ്ങളെക്കുറിച്ച്, ആകാശം, ഭൂമി, പ്രകൃതി, എന്തോരം കാര്യങ്ങൾ, മനുഷ്യൻ്റെ സ്നേഹനിർഭരമായ പെരുമാറ്റങ്ങളെപ്പറ്റി, കുടുംബ ബന്ധങ്ങളെപ്പറ്റി എല്ലാം എഴുതി അവരെ തിരിച്ചു കൊണ്ടുവരൂ. അവരെല്ലാവരും സിക്കായിട്ടിരിക്കുന്നു. ഒരു സിനിമ മൂലം പരസ്പരം സ്പർദ്ധ വളരുകയും ജനസമൂഹം പരസ്പരം ആക്രോശിക്കുന്നതും കണ്ടില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒരു സന്ദർഭം ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കലാരൂപങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കുന്നതാണ് നല്ലത്. കാരണം അതുകൊണ്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പണ്ട് ഇവിടെ ഒരു പെങ്കച്ച്, ഇവിടെ കലാപമാണ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് പേര് പെങ്കച്ചുണ്ടല്ലോ. കലാപം എന്നൊക്കെ പറയുന്ന വാക്ക് എന്താ? അന്ന് ഞങ്ങളൊക്കെ അതിനൊക്കെ ഒരു ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി കളഞ്ഞു. കാരണം പേടിയാണ് വാക്കൊക്കെ. ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നാട്ടിലൊക്കെ എന്തോരം പ്രശ്നങ്ങളായിരുന്നു, എന്തോരം പ്രശ്നങ്ങളാണ്.
ഈ കലാപം എന്നുള്ള വാക്കെടുത്ത് പറയുകയാണെങ്കിൽ എന്തോരം പൂന്തറ കലാപം നടക്കുന്നു, അതുകൊണ്ട് കോഴിക്കോട് മറ്റേ മാറാട് കലാപം നടക്കുന്നു, അയോധ്യയിൽ പ്രശ്നം, എവിടെ പ്രശ്നം, എന്തോരം വിഷയങ്ങളായിരുന്നു. പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ജനം മുദ്രാവാക്യം, എൻ്റെയൊക്കെ വീട് റോഡ് സൈഡിലാണ്, ജനം മുദ്രാവാക്യമായിട്ട് ജനം ഇറങ്ങുന്നു. ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അവരെ കലഹം ഉണ്ടാക്കി അടിയും പിടിയും ബഹളവും ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് വന്ന അപ്പോൾ എല്ലാം ഒന്ന് ശാന്തമായിട്ട് നിൽക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് തീ കോരി ഒഴിക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവരുത്. പുതിയ ചെറുപ്പക്കാർ അവർ പഴയ പോലുള്ള ക്ഷമയുള്ളവരൊന്നും അല്ല. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകും. ഞാനൊക്കെ ഇപ്പോൾ ഇത് ഭയപ്പെട്ട് ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്തെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് പത്രങ്ങളിലൊക്കെയാണ്. അതൊക്കെ പിന്നെ പറയുന്നത് വലിയ കോൺട്രവേഴ്സിയിലോട്ട് പോകുന്നതുകൊണ്ട് മിണ്ടായിരുന്ന. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഈ വഴി മുഴുവൻ ബ്ലോക്കായി. 2 ആഴ്ചയോളം ഇവിടെ മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട്. എന്താ കാര്യം? ഒരു വീട്ടിൽ സ്ഫോടന വസ്തുക്കൾ തയ്യാറാക്കിയിരിക്കുന്നു. അത് കണ്ടെടുക്കുകയാണ്. കണ്ടെടുത്തപ്പോൾ ഞെട്ടിപ്പോയി. ഒരു 2-3 നഗരത്തെ ചുട്ടരിക്കത്തക്ക രീതിയിൽ. ഞാൻ താമസിക്കുന്ന ഒരു 10 വീട് അപ്പുറത്ത് നടന്ന കാര്യം അത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനം അത് കണ്ടെടുത്ത് അവർ പത്രങ്ങളിലൊക്കെ അതിൻ്റെ ഫോട്ടോ വന്നപ്പോൾ നമ്മൾ ഭയന്ന് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആരുടെ മനസ്സിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, വിദ്വേഷങ്ങളുടെ കാലം, അല്ലെങ്കിൽ സ്പർദ്ധയുടെ കാലഘട്ടങ്ങൾ, വെറുപ്പിൻ്റെ കാലഘട്ടം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ്. മനുഷ്യരെ സോഫ്റ്റായിട്ട് കാണുന്നില്ല. എൻ്റെ ശരീരത്തിൽ കൂടെ തന്നെ ഒഴുകുന്നൊരു രക്തം മറ്റവൻ്റെ നേതൃത്വമുണ്ട്. എൻ്റെ വികാരങ്ങളൊക്കെ അവനുമുണ്ട്. അവനെ വേദനിപ്പിച്ചാൽ എൻ്റെ മനസ്സ് മുറിവേക്കുന്ന പോലെ തന്നെ അവനും മുറിവേക്കുന്നൊന്നും ആർക്കും ധാരണയില്ല. എല്ലാവരും മറ്റൊരു വ്യക്തിയെ ശത്രുവായിട്ട് കാണുന്നു, നശിക്കപ്പെടേണ്ടവനായിട്ട് കാണുന്നു. അത് ഇന്നവരെന്നൊന്നുമില്ല. അങ്ങനൊരു സമൂഹം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പേടിയാകുന്നൊരു കാലഘട്ടമാണ് ഇപ്പം. അപ്പം അതിനിടയിൽ ഇപ്പോൾ ഈ സിനിമ വന്നപ്പോൾ ഉണ്ടായ ഒരു ബഹളം കാണുമ്പോൾ ഞെട്ടിപ്പോവുക. ഭയങ്കരമായിട്ടാണ് ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുന്നത്. അതൊക്കെ മാറട്ടെ, ജനമെല്ലാം സമാധാനത്തിലോട്ട് വരട്ടെ. ഇപ്പം ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരു കാലഘട്ടം വയലാറിനെ പറ്റി പാടുന്നതും അല്ലെങ്കിൽ കഥയും കവിതകളും പാടുന്നതും പഴയ കാലഘട്ടങ്ങളെപ്പറ്റി എഴുതുന്നതും വായിക്കുന്നതും ഭക്തിയൊക്കെ ഉള്ള മനുഷ്യരായിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യരാണ്. അവർ പകർന്നു തന്ന സ്നേഹത്തിലൂടെ ഞങ്ങളൊക്കെ ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങളുടെ കാലഘട്ടം, ഞങ്ങളൊക്കെ ഇപ്പം മധ്യാഹ്നത്തിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറകൾ അവരൊക്കെ കാലയവനികയിൽ മറഞ്ഞു പോകുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ വയലാറിൻ്റെ പാട്ടുകൾ കേൾക്കുന്ന സ്ഥലത്ത് ഇന്ന് കട്ടച്ചോര കൊണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ പാട്ടുകൾ പോലും. അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹമായി മാറുന്നത് ഭയപ്പെടുത്തുന്നു. കാരണം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ആരാണ് ഇനി ഞങ്ങൾക്കൊക്കെ ഉള്ളതെന്നുള്ളതുകൊണ്ട്. ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന തലമുറകളെ ഞങ്ങൾ സ്നേഹിച്ചു, ഞങ്ങളവരെ കരുതി, അവരുടെ എല്ലാ ഇഷ്ടത്തിലും സ്നേഹത്തിലും ഞങ്ങളവരോട് കാത്തു നിന്നു. ഇനി ഞങ്ങൾ വൃദ്ധരാകുമ്പോൾ പുതിയ തലമുറയിലേക്ക് വരുന്നവർ ഇതുപോലെ വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെക്കുന്നൊരു തലമുറ ആരെ നോക്കും? ആരോട് കാരുണ്യമുണ്ടാകും? അപ്പോൾ വീണ്ടും എഴുത്തുകാരോടും അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നമ്മുടെയൊക്കെ അഭ്യർത്ഥന ഇതേ ഉള്ളൂ. മനുഷ്യൻ്റെ മനസ്സ് സോഫ്റ്റാക്കുന്ന രീതിയിൽ, മനുഷ്യ മനസ്സിൽ സ്നേഹം നിറയ്ക്കുന്ന കാര്യങ്ങൾ മാത്രം എഴുതാൻ നോക്കുക. കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ ഭയം തോന്നുന്നു. താങ്ക് യു.